നമ്മുടെ രാജ്യം ഒരു ദേശീയ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അതിരൂപത പുറത്തുവിട്ട പ്രസ്താവനയിലൂടെയാണ് പിതാവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സഭയും സമുദായവും നേരിടുന്ന ആശങ്കകളും വേദനകളും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനം 2024 ഫെബ്രുവരി 25 വിളിച്ചു ചേർക്കുന്നുണ്ടെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അറിയിച്ചു. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും കടുത്ത അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ദേശീയ പൊതുതെരഞ്ഞെടുപ്പിനെ നാം ജാഗ്രതാപൂർവം സമീപിക്കേണ്ടതുണ്ടെന്നും രാജ്യത്തെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയും അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷ സമൂഹമായി പോയി എന്നതുകൊണ്ട് മാത്രം സാമൂഹ്യനീതി നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗമായി നാം മാറിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയ പിതാവ് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രീണന രാഷ്ട്രീയ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നതെന്നും കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പ്രസ്തുത റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനാൽ സഭയും സമുദായവും നേരിടുന്ന ഇത്തരം ആശങ്കകളും വേദനകളും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ചു ചേർക്കുകയാണ്. 2024 ഫെബ്രുവരി 25 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിലെ മാർ കുണ്ടുകുളം നഗറിൽ വെച്ച് നടക്കുന്ന സമുദായ ജാഗ്രതാ സമ്മേളനത്തിൽ അഭിവന്യ പിതാക്കന്മാരും സമുദായ നേതാക്കളും പങ്കെടുക്കും. ഇടവകകളിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവത്തിൽ ക്ഷണിക്കപ്പെട്ടവരാണ് പങ്കെടുക്കേണ്ടത്. വൈദികർ, കൈക്കാരന്മാർ, പ്രതിനിധിയോഗ സെക്രട്ടറി, പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, മതബോധന പ്രധാനാധ്യാപകൻ, വിവിധ സംഘടനകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരെ പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുവാൻ വികാരി അച്ഛന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പിതാവ് വ്യക്തമാക്കി. സമ്മേളനത്തിന്റെ സന്ദേശം ഇടവക തലത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി 18 ഞായറാഴ്ച ഓരോ ഇടവകയിലും സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അന്നേ ദിവസം നാം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഇടവക സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് പ്രത്യേക യോഗങ്ങൾ സംഘടിപ്പിക്കാനും പിതാവ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷെക്കനായ് ന്യൂസ്, തൃശൂർ.